അധികൃതരുടെ അനാസ്ഥ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന തലത്തിലേക്ക് താഴ്ന്നാൽ എങ്ങനെയുണ്ടാകും? അവിടെയാണ് പൊതുജനം ശരിക്കും കഴുതകളാകുന്നത്. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ ഒരു യുവാവിൻ്റെ ജീവൻ കവർന്ന അനാസ്ഥയെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. മഴ നനയാതെ കടയിൽ കയറി നിന്ന മുഹമ്മദ് റിജാസ് ഷോക്കേറ്റ് മരിച്ചു. സർവീസ് വയറിന് ലീക്കുണ്ടെന്ന പരാതി KSEB അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥന്മാർ വരുത്തിയ അനാസ്ഥയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കോരിച്ചൊരിയുന്ന മഴയത്ത് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു മുഹമ്മദ് റിജാസും മുഹമ്മദ് റാഫിയും. വഴിമധ്യേ വാഹനത്തിന്റെ ഇന്ധനം തീർന്നുപോയി. ഈ കടയുടെ മുന്നിൽ ഈ കാണുന്ന വാഹനം നിർത്തിയ ശേഷം ഇരുവരും വിശ്രമിച്ചു. മുഹമ്മദ് റാഫി ഇന്ധനം വാങ്ങി തിരികെ വന്നപ്പോൾ കണ്ട കാഴ്ച ഹൃദയം നടുക്കുന്നതായിരുന്നു. മുഹമ്മദ് റിജാസിന്റെ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാനാകുന്നില്ല സംഭവം നേരിട്ട് കണ്ട സഹോദരൻ മുഹമ്മദ് റാഫിക്ക്. ഷോക്കേറ്റ് പിടിയുന്ന സഹോദരനെ രക്ഷിക്കാൻ പലവിധ ശ്രമങ്ങൾ നടത്തി. ഇതിനിടെ മുഹമ്മദ് റാഫിക്കും ഷോക്കേറ്റു. ഒടുവിൽ നാട്ടുകാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴേക്കും 18 വയസ്സുകാരൻ റിജാസിന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. മരണത്തിന് ഉത്തരവാദി KSEB എന്ന് ബന്ധുക്കൾ. അനാസ്ഥ കൊണ്ടല്ല എൻ്റെ അനിയനിങ്ങനെ സംഭവിച്ചത്. ഇതേപോലെ എത്ര ആൾക്ക് സംഭവിക്കും. ഒരു ശമ്പളം വാങ്ങി വെറുതെ ഇരിക്കുക. KSEB-യിലേക്ക് വിളിച്ചാൽ ഫോണും എടുക്കൂല. വയർ കട്ട് ചെയ്ത് പോയി. ഇതിപ്പോ മരണം സംഭവിച്ച് നടന്നതിന് ശേഷം ഇവിടെ വയർ വന്ന് കട്ട് ചെയ്ത് കണ്ടുപോയി. അതല്ലല്ലോ ചെയ്യേണ്ടത്. വൈദ്യുത പോസ്റ്റിൽ നിന്നും മീറ്ററിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്ന സർവീസ് വയറിന് ലീക്കുണ്ടെന്ന വിവരം KSEB അറിയിച്ചിരുന്നുവെന്ന് കടയുടമ മുഹമ്മദ് ഹാജി പറയുന്നു. ജീവനക്കാർ വന്നുപോയതല്ലാതെ നടപടിയുണ്ടായില്ല. അതായത് 17-ാം തീയതി വൈകുന്നേരമാണ് ഇത് ചെറിയ എർത്ത് ഇതിന്മേലേക്ക് വരുന്നത് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്ന് തന്നെ രാത്രി ഒരു 5-8 പ്രാവശ്യം KSEB-യിൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. അങ്ങനെ ഇന്നലെ 18-ാം തീയതി രാവിലെ വിളിച്ചിട്ട് അവിടെ കംപ്ലയിൻ്റ് ചെയ്ത്. അങ്ങനെ ഇന്നലെ 11 മണിക്ക് KSEB-യിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നിട്ട് മീറ്റർ ഇതൊക്കെ പോയി കൺസ്യൂമർ നമ്പറൊക്കെ അടക്കം എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്ത് നിങ്ങളെ പരാതി ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആളെ ഉടനെ വിടട്ടോ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ എന്നാൽ രാത്രി വരെ അവർ എത്തിയിട്ടില്ല. വൈദ്യുത മന്ത്രി K കൃഷ്ണൻകുട്ടി അന്വേഷണം പ്രഖ്യാപിച്ചു. വിശദമായ പരിശോധനയ്ക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചയിട്ടുണ്ടായെങ്കിൽ ശക്തമായ നടപടിയെടുക്കുന്നതായിരിക്കും. അതുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് തീർച്ചയായിട്ടും ഡെപ്യൂട്ടി സിനെ കൊണ്ടെല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ KSEB-യുടെ ഭാഗത്തുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാം. യുവാവിന്റെ മരണത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. യുവാവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും കോവൂർ KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഇന്നലെ KSEB നടത്തിയ പരിശോധനയിൽ വൈദ്യുത ലൈന് തകരാറില്ലായിരുന്നു എന്നാണ് കണ്ടെത്തൽ. അപ്പോഴും വൈദ്യുത ലൈനിൽ തട്ടി നിൽക്കുന്ന ഈ മരച്ചില്ലകൾ എല്ലാത്തിനും സാക്ഷിയാണ്. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ.